ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് പുട്ടാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ്. അപ്പോൾ നമ്മൾ ഈ ഗോതമ്പ് കൂടി ഒന്ന് ചൂടാക്കാം. ഇതിനൊന്നും ചൂടാക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. 2 മിനിറ്റ്. അപ്പോൾ ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇടുന്നുണ്ട്, ഇത്രേ ഉള്ളൂ. 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമ്മളിത് കുഴയ്ക്കുന്നത് വെള്ളത്തിലല്ല. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഇതിനകത്തോട്ട് 1.5 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. കുഴച്ചുകൊണ്ടിരിക്കുന്നത് നോക്കണം, എന്തോരം മതിയോ, ഇത് പോരാ, കുറച്ചും കൂടി. നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. നമ്മൾ ഇങ്ങനെ വെച്ചിരുന്നത് 5 മിനിറ്റായി. പിന്നെ നമ്മളിതൊരു കുറച്ചെടുത്തിട്ട് മിക്സിയിലോട്ട് ഇടാം, മിക്സിയുടെ ജാറിലോട്ട്. നല്ല പൊടി കണ്ടോ, എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് നൈസ് പൊടിയായിട്ട് വന്നതാണ്. അത് മൊത്തം ഇതിപ്പോൾ ഞാനിത് 1 കപ്പ്, ഇനി കപ്പില്ല ഗ്രാമിലാണ് നിങ്ങൾ വിചാരിക്കുന്നത്. 100 ഗ്രാമാണ് എടുക്കേണ്ടത്. നമുക്ക് 100 ഗ്രാമിനകത്ത് 1.5 കുറ്റി പുട്ട് കിട്ടും. കാരണം നമ്മൾ ഗോതമ്പിൻ്റെ കൂടെ ഈ ക്യാരറ്റും കൂടി ചേർക്കുന്നത് കൊണ്ടാണ് നമുക്ക് കുറ്റിയിലോട്ട് വാങ്ങാം. തേങ്ങ ആവശ്യമുള്ള പോലെയാണ് എല്ലാവർക്കും. വിളിച്ച് തേങ്ങയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിപ്പോൾ തേങ്ങ വെച്ച് ഇടുന്നുണ്ട്. പിന്നെ പുട്ടുകുറ്റി നിറയ്ക്കുമ്പോഴത്തേക്കും ഒത്തി തിക്കി നിറയ്ക്കണ്ട, കുറേശ്ശെ ഇങ്ങനെ അതിനകത്ത് ആ ഒരു നോർമൽ ലെവലാക്കണ പോലെ ഇട്ടാൽ മതി. നമുക്കിത് ആവി വരാൻ വെക്കാം. ഈ ആവി വന്ന ഉടനെ ഒന്നും നമ്മൾ പുട്ടപ്പം തന്നെ എടുക്കരുത്. ആവി വന്നല്ലോ എന്ന് ഓർത്ത് ഒരു 5 മിനിറ്റും കൂടി ചെറിയ തീയിൽ സിമ്മിലൂടെ വെക്കണം. എന്നാലേ അത് പുട്ട് കുത്തുമ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനെ പൊടിഞ്ഞു പോകാതെ ഇരിക്കത്തുള്ളൂ. ശരി, ആവി വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കുറച്ച് നേരം ആയില്ലോ വെച്ചിട്ട്. അപ്പോൾ ഇത് നമുക്കിനി എടുത്ത് നോക്കാം. പുട്ട് നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതിനെ കുത്താം. കണ്ടോ, നല്ല ഭംഗിയുള്ളതും സോഫ്റ്റ് ആയതും ഹെൽത്തി ആയതുമായിട്ടുള്ളൊരു ഗോതമ്പ് പുട്ട് നമുക്കിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.